ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കൽബുർഗിയിലേക്ക് ഉള്ള യാത്രയാണ്. കൽബുർഗി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏകദേശം 100 സംതിങ് ദൂരമുണ്ട്. അപ്പം അങ്ങോട്ടത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ലതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പ്രൈവറ്റ് റോഡാണിത്. ഇത് കാരണം ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് മെയിൻ റോഡിലോട്ട് കയറുന്നത് വരെ ചെറിയ മണ്ണെല്ലാം ഇട്ട് കുഴികളെല്ലാം നികത്തി ഇട്ടേക്കുകയാണ്. നമ്മളിപ്പം മെയിൻ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിലും നോക്കി വളരെ കൂടുതൽ സ്പീഡിലാണ് വണ്ടികളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ നിന്ന് നോക്കേണ്ടത്. വണ്ടി ചിലപ്പം ഈ പന്നിയുടെ കുഞ്ഞുങ്ങളെല്ലാം, ചെറിയ പന്നിക്കുട്ടികൾ എല്ലാം ഇടയ്ക്ക് കയറി വരും, റോഡിലോട്ട് കയറി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. കഴുതകളൊക്കെ ഉണ്ട്. കഴുത, കുതിര, പന്നിക്കുട്ടികളെല്ലാം ഒരുപാട്, ചെറിയ പന്നികളെല്ലാം ഇഷ്ടംപോലെ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കും. നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ചാടിത്തരുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ആണ് പോകുന്നത്. ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ പുറത്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്ത് വീട്ടുകാരൊക്കെ ഉണ്ട്, അവർ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത്. ഒരു ബീദർ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. കൂടുതലും ഫോറസ്റ്റ്. അടുത്ത സമയത്താണ് കുറച്ച് വികസനങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അടുത്തല്ല, വളരെ, എന്നാലും കൂടുതലും ഫോറസ്റ്റാണ് ഇവിടെ. അപ്പോൾ ആ ഏരിയയിൽ കൂടുതലും വലിയ മരങ്ങളും എല്ലാം സൈഡിൽ എല്ലാം മിക്കവാറും ഒക്കെ പുതിയ കെട്ടിടങ്ങളാണ് വരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബീദർ. എങ്കിലും റോഡ് ഗതാഗത സൗകര്യങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ, വലിയ വണ്ടികളൊക്കെ പോകുന്നതാണ്. അതിൽ ഈ കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടികൾ, അതുപോലെയുള്ള വലിയ കൃഷിക്ക് ആവശ്യമുള്ള ട്രാക്ടറുകൾ, അങ്ങനെ പലതരത്തിലുള്ള വലിയ വണ്ടികളെല്ലാം ഈ റോഡിൽ കൂടി പോകേണ്ടതുള്ളതുകൊണ്ട് ഈ റോഡ് വളരെ വൃത്തിയായിട്ട് വൺ വേ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് വണ്ടി പോകാനുള്ള റോഡ് വൺ സൈഡ്, വൺ വേ, അപ്പുറത്ത് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സൈഡും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ അടുത്ത മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം എയർഫോഴ്സിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. അവരുടെ ഫൈറ്റർ ജെറ്റുകളെല്ലാം പരിശീലനമൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുടെ അടുത്തുകൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ അത് ഫോറസ്റ്റിനോട് അടുത്ത ഏരിയ ആണെങ്കിലും എയർഫോഴ്സിന് ഒരുപാട് സ്ഥലങ്ങൾ അവർ ഏറ്റെടുത്ത് അവരുടെ പരിശീലന പറക്കലിനും അതിനും എല്ലാം വേണ്ടിയിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ഥലങ്ങളെല്ലാം വളരെ മതിൽ കെട്ടി വളരെ ഉയരത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട്. റോഡുകൾ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മോശമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ വലിയ ചൂടില്ല. വലിയ ചൂട് ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. റോഡ് ചില സ്ഥലങ്ങളിൽ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അതിൽ വീഴുമ്പോഴുള്ള ഒരു അസ്വസ്ഥതയാണ്, ചെറിയ കുലുക്കമുള്ളത്. നമ്മൾ കാണുമ്പോഴത്തേക്ക് റോഡിൽ വലിയ കുഴികളൊന്നും കാണുന്നില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത് ആണ് എയർഫോഴ്സിൻ്റെ ഫെൻസിങ് ആണ് കാണുന്നത്. എയർഫോഴ്സിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് അതിനകത്തൊക്കെയാണ് അവർ പരിശീലനമൊക്കെ നടത്തുന്നതെന്ന് തോന്നുന്നു, ആയിരിക്കും. ഇതൊരു കോളനിയാണ്. ഇത് നമ്മൾ കൽബുർഗിയിലോട്ട് പോകുന്ന വഴിക്ക് ഗുൽബർഗ എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള രണ്ട് സൈഡിലും സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളും സെറ്റിൽമെൻറ്റുകളും കാണാം. ഈ ഇടത് സൈഡിൽ ഒരു സ്കൂളുണ്ട്. ഗവൺമെൻറ് സ്കൂളാണ്. ഇതിന് അടുത്ത് തന്നെ ഒരു പാഴ്സൽ ഓഫീസുണ്ട്. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. വലിയ കടകളൊന്നുമില്ല, ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട. പലവ്യഞ്ജന സാധനങ്ങൾ
പോലെയുള്ള ഒരുപാടൊന്നും കാണത്തില്ല, കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് ചെറിയ ഈ ബിസ്ക്കറ്റ്, സ്നാക്സ്, ചെറിയ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള ഇതൊക്കെ വിൽക്കുന്ന ചെറിയ കടകൾ മാത്രമേ ആ സ്ഥലത്ത് കാണുകയുള്ളൂ. രണ്ട് സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തണൽ ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്ക്, ഇതിൽ ഞാൻ നടന്നു വന്നിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മരത്തണലിൽ കുറച്ച് നേരം വിശ്രമിക്കാം. അതിനുവേണ്ടി വഴിയോരങ്ങളിലെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഗവൺമെൻറ് സംരക്ഷിക്കുന്നുമുണ്ട്. മരങ്ങൾ വെറുതെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനെ പിന്നീട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നൊരു പ്രവണത അല്ല ഇവിടെ ഉള്ളത്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം അവരതിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിപ്പിക്കുന്നുമുണ്ട്. റോഡിൻ്റെ സൈഡിൽ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത കാൽബുർഗിയിലോട്ട് പോകുന്ന മെയിൻ റോഡിൽ, അതായത് ബീദർ എയർപോർട്ടിനോട് ചേർന്നുള്ള മെയിൻ റോഡിലോട്ട് കയറുകയാണ്. ഇവിടെയും വലിയ തിരക്കാണ്. റോഡുകളിൽ രണ്ട് സൈഡിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഒരു സീബ്ര ലൈൻ കാണാൻ കഴിയും. ഇടത് സൈഡിൽ ഫ്ലക്സുകളെല്ലാം വെച്ചിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങളുടെ, വലിയ ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ ഫ്ലക്സുകളാണ്. ഇത് അടുത്തുള്ള ഷോപ്പിംഗ് മാളുകളല്ല, അത് വളരെ ദൂരെയുള്ളതാണ്. എയർപോർട്ടിൽ വരുന്നവർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വലത് സൈഡിലാണ് എയർപോർട്ട് ഉള്ളത്. ഇനി ഈ റോഡുകളിൽ ഈ കാണുന്ന റോഡാണ് വൺ സൈഡ് ഉള്ളത്. ഏകദേശം ഇവിടെ അവസാനിച്ചിട്ട് ഇനി ഈ ഒരു റോഡിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വരുന്നത്. ഇത് വൺ സൈഡ്, ഈ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ള നമ്മുടെ ചെറിയ റോഡ് പോലെയുള്ള റോഡാണ്. മെയിൻ റോഡാണെങ്കിൽ പോലും ഇത് വൺ വേ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വരും. അപ്പം ഈ വളവുകളെല്ലാം കുത്തനെയുള്ള വളവുകളാണ്. വളരെ ഒറ്റ വളവ് വെച്ചാൽ കുത്തിറക്കം എന്നല്ല ഉദ്ദേശിച്ചത്. വളവുകൾ വലിയ വളവുകളാണ്. ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇനി കൂടുതലും ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഫോറസ്റ്റ് ഏരിയയിലും കടകളെല്ലാം കുറവാണ്. രണ്ട് സൈഡിലും മരങ്ങളെല്ലാം ഒരുപാടുണ്ട്. എന്നാൽ ഇടയ്ക്ക് ചെറിയ വീടുകളും ചെറിയ കുടിലുകളും കൃഷി സ്ഥലങ്ങളും എല്ലാം കാണാം. ബിഡാർ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ബോർഡാണ് നമ്മളാ കണ്ടത്. രണ്ട് സൈഡിലും ചെറിയ സെറ്റിൽമെൻറ്റുകളുണ്ട്. ചെറിയ കുടിലുകൾ, ചെറിയ കടകൾ, ചെറിയ സ്നാക്സ്, ചെറിയ ഡ്രിങ്ക്സ്, അതുപോലെയുള്ള ചെറിയ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ രണ്ട് സൈഡിലും താമസിക്കുന്നത്. അതുകൊണ്ട് വലിയ ബിൽഡിങ്ങുകളുള്ള വീടുകളൊന്നും നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. കാരണം ഇത് ഇത്രയും വലിയ മരങ്ങളുടെ ഇടയിൽ ചെറിയ കുടിലുകൾ പോലെ കാണുന്നത് അതിനെ നമുക്ക് കാണാൻ പോലും സാധിക്കത്തില്ല. ഇതിൽ ഈ കാണുന്ന വനമെന്ന് പറയുമ്പോൾ നമ്മൾ ഘോരവനങ്ങളെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് മൃഗങ്ങളും പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. സിംഹവാലൻ, കുരങ്ങൻ എല്ലാം നമ്മൾ കാണാറുണ്ട്. നമ്മുടെയൊക്കെ വീടിനടുത്തൊക്കെ വരാറുണ്ട്. ഈ കാട്ടിൽ നിന്നാണ് അത് എല്ലാം വരുന്നത്. അങ്ങോട്ട് ആഹാരം തേടി വരുന്നതാണ്. കാട്ടിലുള്ള ഭക്ഷണം കുറയുമ്പോഴത്തേക്ക് കാട്ടിൽ ആനയൊക്കെ നാട്ടിലോട്ടൊക്കെ വരുന്നത് പോലെ വലിയ രീതിയിൽ ഈ മൃഗങ്ങളെല്ലാം, അതായത് കൂടുതലായിട്ടും കാണുന്നത് കുരങ്ങന്മാരാണ്, സിംഹവാലൻ കുരങ്ങന്മാരാണ്. പല ടൈപ്പിലുള്ള കുരങ്ങന്മാരുണ്ടല്ലോ, അതിൽ ഈ കാട്ടിൽ കൂടുതലായിട്ടുള്ളത് സിംഹവാലൻ കുരങ്ങുകളാണ്. അവരെ കാണുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവർ ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുന്ന ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഘോര വനത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങളെല്ലാം പോകുന്ന തിരക്കായതുകൊണ്ട് പകൽ കൂടുതലും മൃഗങ്ങളെ ഒന്നും ഈ റോഡിലോട്ട് ചാടി വരാറില്ല. ഈ ഇടത് സൈഡിൽ ഒരു മൃഗങ്ങളുടെയൊക്കെ ഒരു സർവകലാശാലയുണ്ട്. അങ്ങനെ എന്തോ ഒരു കെട്ടിടമുണ്ട് അവിടെ. അവിടെ ഒരു പ്രദർശന മേള ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ തന്നെ ഈ പശു, കാള അങ്ങനെയുള്ള മൃഗങ്ങൾ ഒരുപാടാണ്. ഓരോ ആൾക്കാർക്കും വളരെയധികം 10, 50, 100, 150 പശുക്കളെ വളർത്തുന്ന കൃഷിക്കാരുണ്ട്. കർഷകർക്ക് വളരെയധികം പിന്തുണ നൽകുന്ന സർക്കാരാണ് നേരത്തെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നു. ഈ ഗ്രാമം ഒരു കാർഷിക ഗ്രാമം തന്നെയാണ്. ഈ വിളകളായിരുന്നാലും നെല്ലില്ല, ചോളം, കരിമ്പ്, അതുപോലെയുള്ള തുവരൻ പരിപ്പ്. ഈ ഗുൽബർഗ എന്ന് പറയുന്നത് തന്നെ തുവരൻ പരിപ്പിൻ്റെ നാടാണ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. തുവരൻ പരിപ്പ് ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും മെയിനായും കൃഷി ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടും വനമാണെന്ന് വെച്ചാലും ഈ രണ്ട് സൈഡിലുമുള്ള വനത്തിൻ്റെ രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കുന്നതെങ്കിലും കുറച്ച്
അകത്തോട്ട് പോകും തോറും കൃഷിസ്ഥലങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൃഷിസ്ഥലങ്ങളും കാണാൻ പറ്റും നമുക്ക്. അവിടെ നിന്ന് ലോഡ് കൊണ്ടുപോകാനായി വരുന്ന ലോറികളും ഇടയ്ക്കിടയ്ക്ക് പമ്പുകളും എല്ലാം കാണാൻ പറ്റും. വലിയ വലിയ മരങ്ങളെല്ലാം ഈ നടന്നു പോകുന്ന മൃഗങ്ങൾക്കായാലും അവരെ മേയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്കായിരുന്നാലും അവർക്ക് വിശ്രമിക്കാനായിട്ട് പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്. കാരണം വലിയ മരങ്ങളുള്ളതുകൊണ്ട് ഇടയ്ക്ക് നടന്ന് ക്ഷീണിച്ച് വലിയ വെയിൽ കൊണ്ട് നടന്നു വരുന്ന ആൾക്കാർക്ക് ഈ മരങ്ങളെല്ലാം വലിയ ഒരു ആശ്വാസമാണ്. അക്വേഷ്യ ഒക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. അക്വേഷ്യ മരങ്ങൾ, പിന്നെ നമ്മൾ ഈ വെയിൽ കൂടുതലും കൊടും ചൂടത്തൊക്കെ വളരുന്ന ഒരു സൈസ് മുള്ള് ചെടികളൊക്കെ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മുൾച്ചെടികൾ, വലിയ മുൾച്ചെടികളെല്ലാം. അതിനോട് നമ്മൾ പോകുന്ന വഴിയിൽ കാട് തീർന്നിട്ടില്ല, എന്നാലും ആദ്യത്തെ ദൂരം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ ഒരു അതായത് ഇവിടെ ഉള്ള ഒരു സിറ്റി, ഈ സിറ്റിയിൽ അത്യാവശ്യം എല്ലാ കടകളും ഉണ്ട്. വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കടകൾ, അതുപോലെ പലവ്യഞ്ജന സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, ഫ്രിഡ്ജ് ശരിയാക്കുന്ന കടകൾ, വണ്ടി വർക്ക്ഷോപ്പുകൾ, അതുപോലെയുള്ള ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങൾ, നമ്മൾ ദിവസ വാടകയ്ക്കൊക്കെ ആൾക്കാർക്ക്, ടൂറിസ്റ്റുകൾക്കായിരുന്നാലും, അതുപോലെ ജോലി ആവശ്യങ്ങൾക്ക് 1-2 ആവശ്യങ്ങൾക്ക് പരീക്ഷ എഴുതാനൊക്കെ ദൂരം നിന്നും വരുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. സെൻറ്റർ ഇവിടെയൊക്കെ വെച്ചിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ചിക്കൻ സ്റ്റാളുകൾ, മട്ടൺ സ്റ്റാളുകൾ, പോത്ത്, അങ്ങനെയുള്ള എല്ലാ ഇറച്ചി, മീൻ, അങ്ങനെയുള്ള എല്ലാ കടകളും ഇവിടെ ഉണ്ട്. തിരക്കായതിനാൽ ഇവിടെയെല്ലാം നമുക്ക് വളരെ പതുക്കെ മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ചെറിയ കുട്ടികളെല്ലാം റോഡിലേക്കൊക്കെ എടുത്ത് ചാടുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ട്. വണ്ടികളൊന്നും വരുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ.